ഹരിയാന പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. പരസ്യപ്രചാരണമൊക്കെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ കുറേ മാസങ്ങളായി വളരെ ശക്തമായ പ്രചാരണ പരിപാടികളാണ് അവിടെ മുന്നണികൾ നടത്തിയത്. വലിയ പ്രതീക്ഷയാണ് ഇത്തവണ കോൺഗ്രസ് വെച്ചു പുലർത്തുന്നത്. BJPയും പ്രതീക്ഷ കൈവിടുന്നില്ല. അപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന് 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സുവർണാവസരം ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ടോ ഹരിയാനയിൽ? അതായത് പോളിംഗ് ഏജൻസികൾ മീൻസ് അഭിപ്രായ സർവേ ഏജൻസികളൊക്കെ പറയുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തും എന്നാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 10 വർഷത്തെ BJPയുടെ തുടർച്ചയായ ഭരണം വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജാട്ട് അതൃപ്തിയാണ്. ഈ ജാട്ട് അതൃപ്തി ഇപ്പോൾ ഉണ്ടായതല്ല കേട്ടോ. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഈ ജാട്ട് അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ ആ അതൃപ്തി ഉള്ളതുകൊണ്ടാണ് BJP പകുതിയിൽ താഴെ സീറ്റിലേക്ക് അവർ പോയത്. അതായത് 40 സീറ്റോ മറ്റോ ആണ് അവർക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പം അവർക്ക് അന്നേ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പിന്നെ JJPയുമായി ചേർന്ന് സഖ്യ സർക്കാർ രൂപീകരിക്കുകയാണ് ചെയ്തത്. JJPയിലെ ദുഷ്യന്ത് ചൗട്ടാലയെ ഉപമുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു ഭരണം നിലനിർത്തിയത്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ ജാട്ട് അസംതൃപ്തി തെരഞ്ഞെടുപ്പിൽ ഫലിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റ് പല കാരണങ്ങളാൽ ഈ BJP വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോയി. അതാണ് കഴിഞ്ഞ തവണ BJPക്ക് കഷ്ടി രക്ഷപ്പെടാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഇക്കുറിയും അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ BJPക്കെതിരായ ജനവികാരം ശക്തമായിരിക്കെ തന്നെ ഇക്കുറിയും ആ BJP വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പാനുള്ള സാധ്യതയുണ്ട്. ഒരു വശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ആം ആദ്മി പാർട്ടി കൂടെ ഇല്ല. ആം ആദ്മി പാർട്ടി 88 സീറ്റിൽ വേറെ തന്നെ മത്സരിക്കുന്നുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടി അത്ര ശക്തമായ സ്വാധീനമല്ല ഹരിയാനയിൽ. BJP മത്സരിക്കുന്നു. BJPയും കോൺഗ്രസും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. പക്ഷേ അവിടെ വേറെ 2 പ്ലേയേഴ്സ് ഉണ്ട്. ഈ ദുഷ്യന്ത് ചൗട്ടാലയുടെ JJP അവിടെയുണ്ട്. JJP കൈകോർക്കുന്നത് നമ്മുടെ ചന്ദ്രശേഖർ ആസാദിൻ്റെ പാർട്ടി, ആസാദി സമാജ് പാർട്ടി എന്ന് പറയുന്ന ചന്ദ്രശേഖർ ആസാദിൻ്റെ പാർട്ടിയായിട്ടാണ്. അപ്പോൾ ദളിത് വോട്ടുകൾ, കോൺഗ്രസിലേക്ക് പോകാനുള്ള ദളിത് വോട്ടുകൾ മാന്തിയെടുക്കുക എന്നുള്ളതാണ് ആസാദിൻ്റെ പാർട്ടിയുമായി JJP കൈകോർക്കാനുള്ള ഒരു കാരണം. അതുപോലെ ദേവിലാലിൻ്റെ ഒരു പേരക്കുട്ടിയുടെ മറ്റൊരു പാർട്ടി കൂടിയുണ്ട്, INLD, ഇന്ത്യൻ നാഷണൽ ലോക്ദൾ. ആ പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടി കൈകോർത്ത് BSP ആയിട്ടാണ്. അപ്പോൾ 2 ദളിത് പാർട്ടികൾ ഈ ദേവിലാൽ ഫാമിലിയിലെ 2 പാർട്ടികളുമായി കൈകോർത്ത് നിൽക്കുകയാണ്. ആ വോട്ട് യഥാർത്ഥത്തിൽ മാന്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് BJP കഴിഞ്ഞ തവണ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, JJP കഴിഞ്ഞ തവണ മത്സരിച്ചത് BJPക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു. BJPക്കെതിരെ അതിശക്തമായ പ്രചാരണം നടത്തി കോൺഗ്രസ് വോട്ട് കിട്ടേണ്ടിരുന്ന 10 സീറ്റ് അവർ പിടിച്ചെടുത്തു. കോൺഗ്രസ് കിട്ടേണ്ടിരുന്ന 10 സീറ്റ് പിടിച്ചെടുത്തിട്ടാണ് പിന്നെ അവർ BJP പോയി ചേർന്നത്. അപ്പോൾ ഈ പറയുന്ന JJPക്കെതിരെ അതിശക്തമായ വികാരം ജനങ്ങൾക്കുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഇവരെ വഞ്ചിച്ച ആളാണ് ദുഷ്യന്ത് ചൗട്ടാല എന്ന ഒരു വികാരം വോട്ടർമാർക്കിടയിലുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്ന ആം ആദ്മി പാർട്ടി, JJP, INLD ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്നത് കോൺഗ്രസ്സിന് ദോഷകരമാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ഈ ജാതി സമവാക്യങ്ങളാണ്. ജാതി സമവാക്യങ്ങൾ എന്ന് പറയുമ്പോൾ ജാട്ടുകൾ ഹരിയാനയുടെ മൊത്തം പോപ്പുലേഷൻ്റെ 25%ആണുള്ളത്. ഈ 25% പോപ്പുലേഷൻ അതിശക്തമായ BJP വിരുദ്ധരായി മാറിയിരിക്കുകയാണ്. അപ്പോൾ വിനേഷ് ഫോഗട്ടിൻ്റെയൊക്കെ സംഭവം നമുക്കറിയാം. അപ്പോൾ അതിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ, ജാതിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരാളെതിരാകുമ്പോൾ വേറെ പലർ അനുകൂലമാവും എന്നുള്ളതാണ്. അപ്പോൾ ജാട്ടുകൾ എതിരായി കഴിഞ്ഞാൽ അപ്പോൾ ജാട്ടുകൾ ആരായി? ജാട്ടുകൾ കോൺഗ്രസ്സുകാരായി. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജാട്ടുകൾക്ക് കൂടുതൽ പ്ലേസ്മെന്റ് ലഭിക്കും എന്ന് കരുതി മറ്റ് ജാതികൾ, ജാട്ടിതര വോട്ടുകൾ, OBC അല്ലാത്ത അപ്പർ കാസ്റ്റ് വോട്ടുകൾ തീർച്ചയായിട്ടും BJPക്ക് പോകും. അതുപോലെ ദളിത് വോട്ടുകളിലും പലപ്പോഴും ഈ BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഈസി വാക്ക് ഓവറാണ് കോൺഗ്രസിന് അവിടെ നിന്ന് കരുതാൻ കഴിയില്ല. മറ്റൊന്ന്, ഈ കുമാരി ഷെൽജ കഴിഞ്ഞ ദിവസമാണ് പ്രചാരണത്തിൽ ഇറങ്ങിയത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പവർഫുൾ നേതാവാണ് കുമാരി ഷെൽജ, ദളിത് ലീഡറാണ്. അവർ പ്രചാരണത്തിന് അവർക്ക് മുഖ്യമന്ത്രിയാവണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഫേസ് എന്ന് പറഞ്ഞാൽ ഹൂഡ ആണ്, ഭൂപീന്ദർ ഹൂഡയാണ്, അദ്ദേഹത്തിൻ്റെ മകനുമാണ്. അപ്പോൾ കുമാരി ഷെൽജയ്ക്ക് എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് അവർ ഇൻഡയറക്റ്റായിട്ട് പലവണ പറഞ്ഞു കഴിഞ്ഞു. അവർ പ്രചാരണത്തിന് ഇറങ്ങുന്നുമില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നപ്പോഴാണ് അവർ പ്രചാരണത്തിന് ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ ഈ പറഞ്ഞ കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ ജയിച്ചു കയറാം എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റും. കാരണം അങ്ങനെയുള്ള സമയത്താണ്, അമിതാത്മവിശ്വാസം ഉണ്ടാകുന്ന സമയത്താണ് തോൽവി ഉണ്ടാവുക. പക്ഷേ ഇപ്പോഴും ഒരു എഡ്ജ് കൂടുതൽ കോൺഗ്രസിന് തന്നെയാണ്. കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുന്നതാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷെ അതൊരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. ഇപ്പോൾ ഈ ഗുസ്തി താരങ്ങളുടെ പ്രശ്നം വളരെ സജീവമായി തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വിനേഷ് ഫോഗട്ടൊക്കെ അവിടെ മത്സരിക്കുന്നുണ്ട്. കർഷക പ്രശ്നമുണ്ട്. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇത്തവണ ഹരിയാനയുടെ ഒരു ട്രെൻഡ് നിർണ്ണയിക്കാൻ പോകുന്നത്? അതേപോലെ BJPക്ക് ഇപ്പോൾ ഒരു സർവാധികാരമില്ല, ആ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അല്ല, നേരത്തെ അജിംസ് പറഞ്ഞ ഈ ജാതി ഏകീകരണം എന്ന് പറയുന്ന പരിപാടി BJPയെ സംബന്ധിച്ച് ഭയങ്കരമായ റിസ്കി ആയി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ.
മറ്റൊന്ന് BJPക്ക് എപ്പോഴും എടുത്ത് പ്രയോഗിക്കാൻ കഴിയുന്ന മുസ്ലിം അപരത്വം കാണിച്ചുകൊണ്ടുള്ള ഇപ്പുറത്തുള്ള ഏകീകരണമാണ്. മുസ്ലിങ്ങൾ തീരെ ഇല്ലാത്ത സംസ്ഥാനങ്ങളിലൊന്നാണ് ഹരിയാന. ആ സംഗതി ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെയുള്ള നരേന്ദ്രമോദിയുടെ വികസനത്തിൻ്റെ, നരേന്ദ്രമോദിയുടെ ഫേസിനെ സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ സാധ്യത തുലവും തുച്ഛമാണെന്നാണ് അവിടുത്തെ സർവേ റിപ്പോർട്ട്സ് എല്ലാം പറയുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി മങ്ങി നിൽക്കുന്ന സമയം കൂടിയാണ്. BJPയെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകമായി അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്ലാനോ സ്ട്രാറ്റജിയോ ഒന്നും നമ്മളിവിടെ കാണുന്നില്ല. അതേസമയം കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ജാട്ടീയതര വോട്ടുകളുടെ ഏകീകരണ പദ്ധതിയായിട്ടാണ് അവർ പോകുന്നത്. ഒന്നുകിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ, ചെറു ന്യൂനപക്ഷത്തെ അപ്പുറത്തേക്ക് മാറ്റിവെച്ച് ഇപ്പുറത്ത് ഏകീകരണം ഉണ്ടാക്കുക. അതാണ് എല്ലായിടത്തും BJP ചെയ്യുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അപ്പുറത്ത് ഒരു ജാതി എടുത്തു വെക്കുന്നു. ആ ജാതിക്കെതിരായിട്ട് ബാക്കി ജാതികളുടെ ഏകീകരണം എന്നാണ് BJPയുടെ പ്ലാൻ. പക്ഷെ അതിനകത്ത് തന്നെ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ഒരുപാട് എന്താ പറയുന്നത്, ക്ലെയിം ഉന്നയിക്കുന്ന ഒരുപാട് കക്ഷികളുണ്ടെന്നുകൊണ്ട് തന്നെ ഈസിയായ കാര്യമല്ല. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് വളരെ പ്രതീക്ഷാ നിർഭരമായ സാഹചര്യം ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പാതി സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. കഴിഞ്ഞ തവണയും കോൺഗ്രസ് അങ്ങനെ അമ്പേ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു സംസ്ഥാനമല്ല അത്. BJP ചരിത്രകാലം മുതൽ ഇങ്ങോട്ട് എപ്പോഴെങ്കിലും ഒരു കൂറ്റൻ നമ്പർ ഉണ്ടാക്കി അധികാരത്തിൽ വന്ന സംസ്ഥാനമല്ല. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഹരിയാന BJPക്ക് മനോഹർലാൽ ഖട്ടാർ എന്നൊക്കെ തോന്നും. പക്ഷേ BJP ലിമിറ്റഡ് നമ്പർ വെച്ചും ചില പൊളിറ്റിക്കൽ ഗിമ്മിക്സുകൾ അല്ലെങ്കിൽ അലയൻസ് വെച്ചിട്ടും ഭരിച്ച സംസ്ഥാനമാണത്. മനോഹർലാൽ ഖട്ടാറിനെതിരെ ഗുരുതരമായ തോതിലുള്ള എന്താ പറയുന്നത്, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് മനസ്സിലായി, വളരെ പെട്ടെന്ന് അവർ അദ്ദേഹത്തെ മാറ്റുന്നു, പുതിയ മുഖ്യമന്ത്രിയെ വെക്കുന്നു. പുതിയ മുഖ്യമന്ത്രിയെ വെച്ചതിന് ശേഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു നേട്ടവും BJPക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. പാതി സീറ്റ് നഷ്ടപ്പെടുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് BJPയോടുള്ള കടുത്ത അതൃപ്തി ജനങ്ങൾക്കിടയിലുണ്ട്. മേൽത്തട്ടിൽ മരത്തുന്ന ഇപ്പോൾ ഖട്ടാറിനെ മാറ്റുന്നു, സൈനിയെ വെക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല എന്ന് മനസ്സിലാവുന്നു. വലിയ അപകടകരമായിട്ടുള്ള വിമത ശല്യം അതിനകത്തുന്നുണ്ട്. ഇന്നലെ കൂടി എന്താ പറയുന്നത്, BJPയുടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്ത് BJP അധികാരത്തിൽ വരാൻ പോകുമെന്ന് പറഞ്ഞ ഒരാൾ ഇപ്പുറത്ത് വീണ്ടും കോൺഗ്രസിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയുടെ കൂടെ വരുന്നു. ഞങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നു, ആഹ്വാനമായിട്ട് വരുന്നു. 7-8 വരെ BJP തന്നെ പുറത്താക്കും. അതെ, 1:30 അദ്ദേഹം BJPക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്നു. 1:45 എവിടെ പോകുന്നു, കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. അവിടെ നിന്ന് ഈ ഭൂപീന്ദർ സിംഗ് ഹൂഡയുമായി തെറ്റി അപ്പുറത്തിറങ്ങിപ്പോയി. 5 പാർട്ടി കഴിഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. വെറുതെ അപ്പുറത്ത് പോയിട്ട് വരുന്നതല്ല. ഞാനിടയ്ക്ക് ആം ആദ്മി പാർട്ടിയിൽ പോയി, BJPയിൽ പോയി, കോൺഗ്രസിലുണ്ടായിരുന്നു, വേറെ ഒരു കക്ഷിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആം ആദ്മി പാർട്ടിക്ക് ഡൽഹി ബോർഡറിലുള്ള ചില മണ്ഡലങ്ങൾ ഒഴിച്ച് അപ്പുറത്തേക്കൊന്നും കാര്യമായി ചെയ്യാൻ കഴിയുന്നുള്ള ഹോപ്പ് അവർക്ക് പോലുമില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് വളരെ വളരെ ഹോപ്പ്ഫുള്ളായ ഒന്നാണ്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രഭാപൂരിതമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നിൽക്കുകയും കൂടി ചെയ്യുന്നു. മറ്റൊന്ന്, ഈ പറഞ്ഞ കർഷക സമരം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. കർഷക സമരത്തിൽ ബലിയാടായ മനുഷ്യർ അല്ലെങ്കിൽ സമരത്തിൻ്റെ ഭാഗമായി മരിച്ചവരുടെ കുടുംബങ്ങൾക്കൂടെ വലിയ ഓഫറുകൾ പ്രഖ്യാപിക്കുന്നു. അതേസമയം കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു. എന്താ പറയുന്നത്, നമ്മുടെ മിനിമം താങ്ങുവില പോലുള്ള കാര്യങ്ങൾക്ക് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ബാക്കി എല്ലാ ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും തെലങ്കാനയിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള വലിയ തോതിലുള്ള പോപ്പുലർ സംഗതികളുണ്ടല്ലോ. 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ പോലെയുള്ള വലിയ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സവിശേഷ കാലാവസ്ഥയെ അഡ്രസ്സ് ചെയ്യാൻ കഴിയത്തുള്ള പോളിസീസ് പ്രഖ്യാപിക്കുന്നു. നമ്മൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്ന് വിചാരിക്കണം. BJPയെ സംബന്ധിച്ച് പ്രത്യക്ഷത്തിൽ നമ്മൾ BJPക്ക് ഒരു എഡ്ജ് ഹരിയാനയിൽ ഇത്തവണ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ വിശകലനങ്ങൾക്കും സർവേകൾക്കും ഒക്കെ അപ്പുറത്തേക്ക് വോട്ടർമാരാണ്, ജനങ്ങളാണ് ഇതിൻ്റെ ഒരു അന്തിമ വിധി തീരുമാനിക്കുക. ഒക്ടോബർ 8-നാണ് വോട്ടെണ്ണൽ. നമുക്ക് കാത്തിരിക്കാം. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.